ഇന്ന് ഞാനൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ട്രാവൽ വ്ളോഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ദൂരത്തുള്ള ഏതൊരു സ്ഥലമാണെന്ന്. ഒരിക്കലല്ല, നമുക്കൊരു ഡേ ട്രിപ്പ് പോയി വരാനുള്ള പെർമിഷനെ കിട്ടിയിട്ടില്ല വീട്ടിൽ. സോ ഞങ്ങൾ സെലക്ട് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് കുറ്റ്യാടി കായക്കൊടിയിലുള്ള കൊരണപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ട് ഉണ്ട്. ഇറ്റ്സ് എ വ്യൂ പോയിന്റ് ആക്ച്വലി. സോ അവിടത്തേക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ എപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്തും 1-2 പേരൊക്കെ എക്സ്ക്ലൂഡായി പോവാറുണ്ട്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഇപ്രാവശ്യം എല്ലാവർക്കും പറ്റുന്നൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു. ഞങ്ങളിതാ പോവാണ്. സോ പലരും പല സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തത്. അതിൻ്റെ വീഡിയോസാണ് നിങ്ങളെ കാണുന്നത്. ദാ ഈ മുന്നിൽ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടീം നമ്മുടെ തന്നെയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം കുറച്ചധികം നാളായി ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ട്. കുറച്ച് ദൂരത്ത് വർക്ക് ചെയ്യുന്നതും പഠിക്കുന്നതൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. സോ അവരുടെയൊക്കെ ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റണ്ടായിരുന്നുള്ളൂ. അതാണ് കുറച്ച് ലേറ്റായി പോയത്. ഇപ്പോൾ ഒരു രാവിലെ 10 മണി സമയമാണ്. മല കയറാനാണ് പോകുന്നത്. സോ നമുക്ക് എപ്പോൾ തിരിച്ചിറങ്ങാൻ പറ്റുന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലഞ്ചിൻ്റെ കാര്യത്തിലും വലിയ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് സ്നാക്സ് കയ്യിൽ കരുതാമെന്ന് വിചാരിച്ചിട്ടൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ആ കയറ്റമൊക്കെ കയറി ഞങ്ങളിതാ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത്. എത്തുമ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്ത ബെറ്റിയുടെ അഭ്യാസ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായി നമ്മളിതാ മല കയറാൻ റെഡിയായി നിൽക്കുകയാണ്. ഇതെന്താ വണ്ടി പോകുന്ന വഴി നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വെഹിക്കിളും കാര്യങ്ങളൊന്നും അങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റില്ല. ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളാട്ടപ്പോക്കർ ബെറ്റി. ചെറിയ രീതിയിൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും കിട്ടിയ സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഇനി മുന്നോട്ട് പോകാമെന്നുള്ളതിൽ ഞങ്ങൾ അവിടെ കുറച്ച് സമയം ഹോൾട്ട് ചെയ്തു. ട്വിന്നിങ് ആണ് ഗൈസ്. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ചീവീടിന്റെ കലകലനാദം കേൾക്കുന്നില്ലേ ഗൈസ്? നമ്മുടെ ക്ലൈമറ്റ് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അതായത് ഒരു ഇടയ്ക്ക് മഴ പെയ്യും, പിന്നെ അത് നിൽക്കും, പിന്നെ പെട്ടെന്നായിരിക്കും വെയിലുദിക്കുന്നത്. വീണ്ടും ഇതാ മഴ പെയ്തു, നല്ലൊരു കാറ്റും ഉണ്ട്. മഴ ഇച്ചിരി മുടയാണ് ഗൈസ്. അത്യാവശ്യം നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആകെ മൊത്തം അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് മാറിയതുപോലെ ഭയങ്കര ഡാർക്കായി വരുന്നുണ്ട്. ചീവീടിൻ്റെ സൗണ്ട് പൂർവാധികം ശക്തിയോടുകൂടെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ കുറച്ചും കൂടെ ഇതാ ഇന്നറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത ഹോൾട്ടാണിത്. നല്ലൊരു ഫ്രെയിമായിട്ട് എനിക്ക് തോന്നി. എന്താ പേര്? പോകുമ്പോഴായാലും വരുമ്പോഴായാലും അത്യാവശ്യം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തൊരു സ്ഥലമായിരുന്നു അത്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. വീണ്ടും ഇതാ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു റിസോർട്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം റീൽസും ഫോട്ടോസും ഒക്കെ അവിടെ നിന്ന് എടുത്തു. വീണ്ടും യാത്ര തുടർന്നു. ഇങ്ങനെ തന്നെ കുറച്ചു ദൂരം മുന്നോട്ട് പോകണം. ഈ ഹില്ലിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ് കാണുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരാളെ കാണാം. ഗൈസ് നമുക്ക് അതിൻ്റെ മുകളിൽ അവിടെ എത്തണം. Django
നീ അറിഞ്ഞ ഞാൻ പെട്ടു. അതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ടാണ് കേന്ദ്രം കണ്ട വർഷം ഇറങ്ങുമ്പോ കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കണ്ട സമയത്ത് ചിന്നും കിറ്റയും കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. സ്ട്രെയിറ്റ് ആണോ അല്ലെങ്കിൽ മുകളിലോട്ടാണോ കയറേണ്ടതെന്നുള്ളത്. മുകളിലോട്ട് തന്നെയായിരുന്നു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് എങ്ങനെയാ കയറേണ്ടത് ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ കയറി അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് വ്യൂ പോയിന്റ് ഉള്ളൊരു സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ പീക്ക് എത്തും. പക്ഷേ ഞങ്ങൾ ഓൾറെഡി ക്ഷീണിച്ചതുകൊണ്ട് അവിടെ കുറച്ച് നേരം നിന്നിട്ടാണ് മുകളിലോട്ട് വീണ്ടും കയറാൻ തുടങ്ങിയത്. ഞാനിങ്ങി ഫോണ് പോക്കറ്റിലിട്ട് വെച്ചോട്ടോ, എടുക്കരുത് പുറത്ത്. ഒരു വീഡിയോ ഞാൻ 10 രൂപ എടുക്കാൻ പറ്റും. തോറും നമ്മുടെ പണ്ടറടങ്ങ് അവർ നെടിഞ്ഞു തോന്നുന്നു. അടിപതരാതെ ബാക്ക് ബോൺ ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ. അതിന് എന്താണാവ്? എന്ത് പണ്ടാവിലാവട്ടെ. എന്താ എന്തു പറ്റി? അടി പിടിച്ചുട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങളിത് പീക്കിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതേപോലെ തന്നെ എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. ഞങ്ങൾ അത്രയും ദൂരം കയറിയിട്ട് കുറച്ച് സമയം ടയേർഡായിട്ട് ഞങ്ങൾ ഇരുന്നു. പിന്നെയാണ് എൻജോയ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി താഴോട്ടുള്ള വ്യൂ പോയിന്റ് വാസ് ബ്രെത്ത് ടേക്കിംഗ്. ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു. നമ്മളവിടെ പീക്കിൽ പറയേൻ്റെ മുകളിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കാറ്റിങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. നന്ദും ടാറ്റും കൂടെ അതിനിടയ്ക്ക് അപ്പുറത്തെ പാറയും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ബെറ്റി നമ്മുടെ ഫാമിലി നെയിം പാറയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. CK ചെട്ടിയാങ്കണ്ടി ഫാമിലി. ഇത് ഞങ്ങളുടെ മടക്ക യാത്രയാണ്. തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മല. ആക്ച്വലി ഞങ്ങൾ ടെൻഷൻ അടിച്ച പോലെ തന്നെ കയറുന്നതിനേക്കാളും വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു തിരിച്ചിറങ്ങുക എന്നുള്ളത്.
ടൈം ഇപ്പോൾ 5:25 ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ലേറ്റ് ആയിപ്പോയി കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇപ്പോഴാണ് ആ മല ഇറങ്ങി കഴിഞ്ഞത്. അങ്ങനെ ഇതാ ഫുഡും കഴിച്ചു. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്സിലേക്കാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാർട്ട് ഫുൾ ഓഫ് മെമ്മറീസ് ആയിട്ടാണ് ഞങ്ങൾ ശരിക്കും തിരിച്ചു വന്നതെന്ന് പറയാം. ഭയങ്കര ഒരു ഹാങ് ഓവർ തന്നിട്ടുള്ളൊരു ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. ഒരുപാട് നാളത്തേക്ക് ഞങ്ങൾക്ക് ഇതിൻ്റെ മെമ്മറീസ് ഉണ്ടായിരുന്നു ഉള്ളിൽ. ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സ്, തമാശകൾ, അഡ്വഞ്ചേഴ്സ്. അങ്ങനെ ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.